ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്, വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വറുത്തരച്ച കറി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനായിട്ട് ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട മറ്റു ചേരുവകളൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 2 കഷ്ണം പട്ട, 2 കറയാമ്പു, 2 ഏലയ്ക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവ നന്നായി ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവയെല്ലാം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 10-15 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സമയം തന്നെ ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വരുന്നത് ഈ തേങ്ങ വറുത്തെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനായിരിക്കും. ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയും നന്നായി വറുത്തെടുക്കണം. ഇവിടെ ഞാൻ മല്ലിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത്. പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായി വറുത്തെടുത്ത് ബ്രൗൺ കളർ ആയതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇവയൊന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള മറ്റു ചേരുവകളൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഞാനിവിടെ 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇവ 3ഉം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഞാനിവിടെ 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാനിവിടെ ഉള്ളിയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും 1 ഉരുളക്കിഴങ്ങും കൂടി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിപ്പോൾ തണുത്ത് കാണും. ഇനി
ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ കൂട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിയിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ശരിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയും സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ മുറിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.